ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്ന ഡോഗുവിനെ പറ്റിയാണ്. സീറോ ഗ്യാസ് ഫീൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും നോക്കാം. അപ്പോൾ ഡെപ്പോസിറ്റ് എക്സ്ചേഞ്ച് ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു ഓപ്ഷൻ വരും. അപ്പോൾ എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ടെലിഗ്രാം വാല്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. എക്സ്ചേഞ്ച് മാക്സിമം എക്സ്ചേഞ്ച് എല്ലാവരും സെലക്ട് ചെയ്യാൻ നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ചിലോട്ട് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഡയറക്റ്റ് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ബൈബിറ്റാണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ OKXലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ. അതുപോലെ തന്നെ ബൈബിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തൊരു അക്കൗണ്ട് മസ്റ്റാണ് ബൈബിറ്റിൽ. അപ്പോൾ കേസ് ബൈബിറ്റിലിട്ട് എടുക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ബൈബിറ്റിൻ്റെ UIDയും അതുപോലെ തന്നെ ഡോക്കോയിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ മെമോ എന്ന് പറയുന്ന കോഡും ഇതും വേണം. ഈ 3 വേണം, എന്നാലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏകദേശം കറക്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു കോഡ് ഒരു നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്കോയിൻ പോകുമെന്ന് ഇതിനകത്ത് തന്നെ അവർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ KYC കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ. അതുപോലെ തന്നെ മേൽ ടോപ്പിൽ തന്നെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് UID എന്ന് പറഞ്ഞാൽ. അപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ കോപ്പി ആയിക്കോളും. അപ്പോൾ കേസ് അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഫോണിലിട്ട് ബാക്ക് അടിക്കുക, എന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക. കേസ് നിങ്ങൾ ഒരു കാരണവശാലും നോക്കി അടിക്കരുത്. ഒരു നമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ കേസ് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അപ്പോൾ ഞാനത് കൊണ്ടുപോയി കോപ്പി ചെയ്തു. അതുപോലെ തന്നെ അടുത്തത് ഡെപ്പോസിറ്റ് അഡ്രസ്സാണ്. കേസ് നമ്മൾ ഹോം സ്ക്രീനിലിട്ട് ബാക്ക് അടിച്ചു വരാം. അതുപോലെ തന്നെ അസറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഏറ്റവും അടിയിൽ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. ഡോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഡോഗ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആകെ ഒരെണ്ണമാണ് വരുള്ളൂ കേസ്. ആ ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ കേസ് എല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ബിഗ്നേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇത് ഓപ്പണായി വരുമ്പോൾ തന്നെ ടോണിൻ്റെ പരിധിയിലുള്ളതാണെന്ന് ചോദിക്കും. അപ്പോൾ അത് ഓക്കെ അടിച്ച് കൊടുക്കുക. അതിനുശേഷം മേളിൽ തന്നെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മേളിൽ തന്നെ അഡ്രസ്സും അതിൻ്റെ അടിയിൽ മെമ്മോയുടെ കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് അടിയിൽ ആദ്യം തന്നെ കോഡ് പേസ്റ്റ് ചെയ്തിട്ട് വരാം. അതിനുശേഷം മെമ്മോ കോപ്പി ചെയ്യാൻ വരാം. അതിനുശേഷം അതും അവിടെ ചെന്ന് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ്. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ UID മസ്റ്റാണ്. നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യാം. ഒരു ടോൺ വാലറ്റിൽ അല്ലെങ്കിൽ ഒരു ഡോക്കോയിൽ ഒരു പ്രാവശ്യം, അതായത് ഒരു ബൈബിറ്റ് അക്കൗണ്ടിൽ ഒരു ഡോക്കോയിൽ മാത്രമാണ് കണക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ കേസ് ഒരുപാട് ഇതിങ്ങനെ പേസ്റ്റ് ചെയ്ത് ചെന്ന് അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കേസ് ഒരെണ്ണം മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ കേസ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാം കറക്റ്റാണെന്ന് ഒന്നും കൂടി നോക്കിയേക്കുക. എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അടുത്ത ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ കൺഫേം എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ കേസ് കൺഫേം നിൽക്കണ കഴിയുമ്പോൾ ഒന്നും കൂടി നോക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം, KYC കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കിട്ടില്ല എന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേസ് എല്ലാം വാക്സ് നോക്കിയിട്ട് മാത്രം കൺഫേം അടിക്കുക. കേസ് ഏകദേശം ഒരു 10-12 സെക്കൻഡ് ഇങ്ങനെ ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരുന്നിട്ട് അത് കൺഫേം ആയിക്കോളും. അപ്പോൾ കേസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വാലറ്റിലായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ എളുപ്പമാണ്. കാരണം വാലറ്റ് സെലക്ട് ചെയ്യുക, അതിനകത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കൊടുത്താൽ ഓക്കെ അടിച്ചാൽ മതി. വാലറ്റിലായിട്ടും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അതൊരു എക്സ്ചേഞ്ച് ഇല്ലാത്തവർ എക്സ്ചേഞ്ചാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കേസ് നമ്മൾ ട്രാൻസാക്ഷൻ നടന്ന അവിടെ 0 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കേസ് എല്ലാം കറക്റ്റായിട്ടായിരിക്കും നോക്കി നടത്താം. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കേസ് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ കോയിൻസ് മൊത്തം സെല് ചെയ്യാണ്ട് എത്ര വെക്കണോ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്താലും സ്പോട്ടിൽ ബൈബിറ്റിലെ അക്കൗണ്ടിൽ കയറില്ല. അപ്പോൾ കേസ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 20-ാം തീയതിക്ക് മുമ്പായിട്ട് കയറുന്നതാണ്. അപ്പോൾ കയറുമ്പോൾ ഞാൻ ടെലിഗ്രാം ചാനൽ അറിയിക്കാം. അപ്പോൾ കേസ് നിങ്ങൾ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത വച്ചേക്കാം. അപ്പോൾ കേസ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോയിൻസ് നമ്മൾ ഫുൾ സെല് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എല്ലാത്തിലും ഇതുവരെയായിട്ടും അത് ലിസ്റ്റിംഗ് ആയിട്ടില്ല. 2-3 മാത്രമാണ് ലിസ്റ്റിംഗ് ആയിട്ടുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം എത്ര എമൗണ്ട് കളക്ട് ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റും, എത്ര മാക്സിമം നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും, അതിനനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടും. അപ്പോൾ കേസ് എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. എല്ലാ വീഡിയോയിലും പറയാനുള്ളത് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എന്നിട്ട് നമ്മളെ നെഗറ്റീവായിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നതൊന്നും എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്ക് ഇതിനൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോസിന് വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവും. ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ തന്നിട്ടും എന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് തന്നു, ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ബാക്കിയെല്ലാം. അപ്പോൾ കേസ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.